നമസ്തേ, ധന്യാണ്. മലബാർ സാമ്പാർ പൊടിയാണ് ഇന്ന് നമ്മളുടെ റെസിപ്പി കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ സാമ്പാർ എന്ന് പറഞ്ഞാൽ കോമൺ ആണെങ്കിലും മലബാർ സാമ്പാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയിലും ടേസ്റ്റിലും ഒക്കെ നല്ല വ്യത്യാസമുള്ളതാണ്. ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം കടയിൽ കിട്ടുന്ന ഏതെങ്കിലും സാമ്പാർ പൊടി വാങ്ങിയിട്ട് മലബാർ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർക്കുക ചെയ്യാം. പക്ഷെ അതിന് ആ ഒറിജിനൽ മലബാർ സാമ്പാറിന്റെ രുചി കിട്ടാറില്ല. കുറച്ച് ട്രയൽസിന് ശേഷമാണ് ഈ ഒരു റെസിപ്പി കിട്ടിയത്. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഷെയർ ചെയ്യാന്ന്. കാരണം ഞാൻ കണ്ടിട്ടുണ്ട് ലേഡീസ് എല്ലാം തിരക്കിനിടയ്ക്ക് സാമ്പാർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നത്, തേങ്ങ ഫ്രൈ ചെയ്ത് അരയ്ക്കാനും ഒക്കെ. അപ്പോൾ ഐ തോട്ട് ഐ ഷെയർ ഇറ്റ് വിത്ത് യു. ഞാനിത് 2 മെത്തേഡിൽ ഉണ്ടാക്കാറുണ്ട്. ഒന്ന് പൊടി പൊടിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിച്ചു വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഫ്രഷ് ആയിട്ട് അരച്ച് അതിൻ്റെ കൂടെ ചേർക്കുക. രണ്ടാമത്തെ മെത്തേഡ് എല്ലാം കൂടെ വറുത്ത് പൊടിച്ചു വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ ആ പേസ്റ്റ് അതിനകത്ത് ചേർക്കുക. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ആദ്യത്തെ മെത്തേഡാണ്, വിച്ച് ഇസ് മൈ ഫേവറേറ്റ്. വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. മുഴുവൻ മല്ലി 1 കപ്പ് വേണം. ഇതൊരു മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ് മലബാർ സാമ്പാറിലെ. തുവരപ്പരിപ്പ് ഒരു 3/1 കപ്പ് വേണം. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml എന്നാ പറയാം, വിച്ച് ഇസ് ഈക്വൽ ടു 250 grams ഓൺലി. 250 ഗ്രാം തന്നെയായിട്ട് എടുക്കുക. അതിനനുസരിച്ച് അളന്നെടുത്താൽ മതി. ഇങ്ങനത്തെ മെഷർമെന്റ് കപ്പ് കയ്യിലില്ലെങ്കിൽ. കടലപ്പരിപ്പ് 4/1 കപ്പ്. ഈ കടലപ്പരിപ്പും തുവരദാലും ഒക്കെ സാമ്പാറിന്, മലബാർ സാമ്പാറിന് ഒരു പ്രത്യേക മണവും കൊഴുപ്പും ഒക്കെ കിട്ടാൻ സഹായിക്കും. വറ്റൽമുളക് ഒരു 10-12 എടുത്തിട്ടുണ്ട്. നമുക്ക് കൂട്ടണമെങ്കിൽ കൂട്ടാം, എരിവിനനുസരിച്ച് കൂട്ടാം. അത് ഞെട്ട് മാറ്റാതെ എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പിന്നെ വറുക്കുന്ന സമയത്ത് പറയാം. ഉലുവ 1 ടീസ്പൂൺ. ഇത് വേണമെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ആക്കാം, പക്ഷെ അതിലൊരിക്കലും കൂടരുത്, സാമ്പാറിന് കയ്പ്പ് വരും. ജീരകം 1/2 ടീസ്പൂൺ. കറിവേപ്പില 3 തണ്ട് വരെ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 തണ്ട്, ഒരു 10-25 ലീവ്സ് എടുത്തിട്ടുണ്ട്. മുഴുവൻ കുരുമുളക് ഒരു 8 എണ്ണം, അതിൽ കൂടി പോകരുതേ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ചേർക്കാം, അത് കറി ഉണ്ടാക്കുമ്പോൾ ചേർത്താലും മതി. കായപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പൊടിയാണ് എടുത്തത്, അപ്പം പല പൊടികൾക്കും ചിലപ്പം മണത്തിൽ വ്യത്യാസം കാണും, അത് നോക്കിയിട്ട് ചേർക്കുക. പിന്നെ ചിലർക്ക് കായപ്പൊടി അധികമാവുന്നത് ഇഷ്ടമുണ്ടാവില്ല, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചേർക്കുക. പക്ഷെ മിനിമം 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം റോസ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഒരു ഹെവി ബോട്ടം പാൻ തന്നെ വേണം. ഒരു മീഡിയം തീയിൽ വെക്കുക. എണ്ണയൊന്നും ചേർക്കരുത്. ആദ്യം നമുക്ക് മല്ലി റോസ്റ്റ് ചെയ്യാം. മീഡിയം തീയിലിട്ട് റോസ്റ്റ് ചെയ്യാം. പക്ഷെ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഇത് പുകയാൻ തുടങ്ങും. പുകയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അതിൻ്റെ ബ്രൗൺ ആവുന്നത് വളരെ പെട്ടെന്നായിരിക്കും. കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അപ്പോൾ തീ കുറച്ച് ലോയിലേക്ക് വെക്കാം. മീഡിയത്തിൽ നിന്ന് ലോയിലേക്ക് വെക്കാം. മല്ലി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വറ്റൽമുളകും ചേർക്കുക. ഇപ്പോൾ നമ്മൾ വറ്റൽമുളകിൻ്റെ ഞെട്ട് മാറ്റിയിരുന്നെങ്കിൽ ഈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള അരികൾ പുറത്തേക്ക് വരാൻ തുടങ്ങും. അരികൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ചൂടാവുകയും കരിയും പുകയും ഒക്കെ ചെയ്യും. പിന്നെ നമുക്ക് ഇൻഗ്രീഡിയൻസ് വറുക്കാൻ ബുദ്ധിമുട്ടാവും, ഭയങ്കര കുത്തുന്ന സ്മെല്ല് വരും. ഇപ്പോൾ കണ്ടോ, മല്ലി പുകയാൻ തുടങ്ങിയിട്ടുണ്ട്, ഫ്യൂംസ് വരുന്നത് കാണാം. ഈ സമയത്ത് തീ കുറച്ച് ലോയിലേക്ക് ഇടുക. ഇപ്പം മല്ലി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്, നിറം മാറിയത് കണ്ടോ. മുളകും നല്ലോണം പഫപ്പായിട്ടുണ്ട്, വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാൻ വീണ്ടും മീഡിയം ഫ്ലെയിമിൽ വെക്കാം. കടലപ്പരിപ്പ് വറുത്തെടുക്കാം. കടലപ്പരിപ്പ് ഒന്ന് ബ്രൗൺ ആവുന്നവരെ വറുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് അതിൻ്റെ പാകമായി നോക്കാൻ വേണ്ടി അതെടുത്തൊന്ന് വായിൽ കടിച്ചു നോക്കിയാൽ മതി. അപ്പം നന്നായിട്ട് ക്രഷ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കടലപ്പരിപ്പ് റെഡി ആയിട്ടുണ്ട് എന്നാണ്.
ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി തുവരപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കാം. സെയിം ചനദാൽ പോലെ തന്നെ ഒന്ന് ബ്രൗൺ ആവുമ്പോൾ കടിച്ചാൽ നല്ലതായിട്ട് ക്രഷ് ആവുന്നത് വരെ വറുത്ത് കൊടുക്കുക. തുവരപ്പരിപ്പൊന്ന് ചൂടാവുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം തുവരപ്പരിപ്പ് പാകമായിട്ടുണ്ട്. കറി ലീവ്സും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം. ഈ ചൂടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ എടുത്തു വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണവും രുചിയൊക്കെ ഒന്ന് മാറട്ടെ. ഇനി ഉലുവയും കുരുമുളകും ജീരകവും കൂടി വറുത്തെടുക്കണം. ആദ്യം ഉലുവയും കുരുമുളകും കൂടി ഒരുമിച്ചിട്ട് വറുക്കുക. ഉലുവയൊന്ന് ബ്രൗണിഷ് ആവുന്നത് വരെ വറുക്കുക. ഇപ്പോൾ ഉലുവ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് ജീരകം ചേർത്ത് കൊടുക്കുക. എന്തുകൊണ്ടാണ് അവസാനം ചേർക്കുന്നതെന്ന് വെച്ചാൽ ജീരകം പെട്ടെന്ന് ബേസ്റ്റ് ആവും, പെട്ടെന്ന് പാകമായി കിട്ടും. അതുകൊണ്ടാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അടുപ്പത്തുനിന്ന് മാറ്റാം കേട്ടോ. ഇപ്പോൾ എല്ലാം ഒന്ന് തണുത്തിട്ടുണ്ട്, പക്ഷേ സ്റ്റിൽ ചെറിയ ചൂടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്യുന്നതിന് മുന്നേ മുളകിൻ്റെ ഞെട്ടി മാറ്റി കൊടുക്കാം. കൂടെ കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കുക. എന്നിട്ടൊന്ന് അരിച്ചും കൊടുക്കാം. എന്തെങ്കിലും ഹാർഡായിട്ട് പൊടിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ മാറട്ടെ. ഇതാ കണ്ടോ, നല്ല മണമുള്ള ഫ്ലേവർഫുൾ ആയിട്ടുള്ള മലബാർ സാമ്പാർ പൊടി റെഡി. ഈ പൊടി വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പുളി ചേർക്കുന്നതിൻ്റെ മുന്നെയോ പിന്നെയോ ആയിട്ട് ചേർക്കാം. ഒരാൾക്ക് 1 ടീസ്പൂൺ എന്ന വിധത്തിൽ ചേർക്കാം. പരിപ്പ് എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമേ ഇല്ല ഇതിന്. വേഗം പൊടിച്ചു വെച്ചോളൂ കേട്ടോ. സ്കൂളൊക്കെ തുറക്കല്ലേ, കാര്യങ്ങളൊക്കെ ഒന്ന് എളുപ്പമാവട്ടെ.